ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും DoOzY ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനിന്നൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, മാങ്ങ അട. അപ്പം ഈ മാങ്ങാണ്ടി തല്ലി പൊട്ടിച്ച് അതിന്റെ പരിപ്പെടുത്താണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഞങ്ങളുടെ അച്ഛമ്മയുടെ കാലത്ത് ഈ മാങ്ങാണ്ടി തല്ലി പൊട്ടിച്ചായിരുന്നു സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതാണ് മാംഗോ സീഡ് സ്വീറ്റ് മാങ്ങാണ്ടി അട. ഇതുപോലെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ഓൾറെഡി ഒരു മാങ്ങ അച്ചാറിന്റെ റെസിപ്പി ചെയ്തിരുന്നു. അപ്പൊ കുറേ മാങ്ങാണ്ടി കിട്ടിയത് ഞാൻ മാറ്റി വെച്ചിരുന്നു ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ഈ മാങ്ങാണ്ടി തല്ലി പൊട്ടിച്ച് നമുക്കതിലത്തെ പരിപ്പെടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊലി ഒന്ന് ചിരണ്ടി കളയാം. എന്നിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് മാങ്ങാണ്ടിയുടെ പരിപ്പ് നമുക്ക് കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം കൂട്ടുകാരെ. കൂട്ടുകാരെ, നമ്മുടെ മാങ്ങാണ്ടി പരിപ്പ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചതിനെക്കാട്ടിലും 2 ഇരട്ടി കൂടുതൽ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഒരു ദിവസം മാറ്റി വയ്ക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ കാണുന്ന പോലെ മേളിൽ തെളിഞ്ഞ വെള്ളം വരും. അപ്പം അത് നമുക്ക് ഊറ്റിക്കളയും. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു ദിവസം കൂടെ മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ ദിവസവും മേളിൽ തെളിഞ്ഞു വരുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. മിനിമം 3 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യണം കൂട്ടുകാരെ. എന്നാലേ പരിപ്പിന്റെ കട്ട് മാറി കിട്ടുകയുള്ളൂ. കൂട്ടുകാരെ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് മെയിൻ പ്രോസസ്സിലേക്ക് കടന്നാലോ. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഏലക്കയും ജീരകവും ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. ഇതാണ് അരിപ്പൊടി, പിന്നെ വറുത്ത റവ, വറുത്ത അല്ലാത്തയാണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് തേങ്ങ, ഇത് എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും സ്വാദാണ്. പിന്നെ ഏലക്കയും ജീരകവും പൊടിച്ചത്, പിന്നെ സാൾട്ട്, ഈ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ശർക്കര. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങിയാലോ. ആദ്യം നമുക്ക് മാങ്ങയുടെ പരിപ്പ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കൂട്ടുകാരെ. ചക്കട ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് തന്നെ എല്ലാ അളവും എടുത്താൽ മതി. ഇനി അതിലേക്ക് വറുത്ത റവ ചേർത്ത് കൊടുക്കാം. ഈ റവ ചേർക്കുമ്പോൾ നമ്മുടെ അടയ്ക്കൊരു പ്രത്യേക സ്വാദാണ്. ഏലക്കയും ജീരകവും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, പിന്നെ തേങ്ങ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര. അത് നിങ്ങൾക്ക് ഉരുക്കിയാണേലും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചീകയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടുകാരെ, ഇവിടെ വാഴയില കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊച്ചു കൊച്ചു പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് കണ്ടോ, ഒത്തിരി ലൂസായി പോകല്ലേ കൂട്ടുകാർ. ഈ ഒരു പരുവത്തിന് തന്നെ കിട്ടണം. ഇനി നമുക്ക് ഓരോ ഇല എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളത്തിൽ കുക്ക് ചെയ്തതിന് ശേഷം എത്രത്തോളം നിങ്ങളുടെ കയ്യിൽ പറ്റുമോ അത്രത്തോളം എടുത്ത് നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം കൂട്ടുകാരെ. ഓരോ ഇലയിലും നമുക്ക് ഇതുപോലെ കനം കുറച്ച് പരത്തി കൊടുക്കാം. കൂട്ടുകാരെ, എല്ലാം നമ്മളിവിടെ പരത്തി എടുത്തിട്ടുണ്ട്.
ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കൂട്ടുകാരെ. 20 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്നു നോക്കണേ കൂട്ടുകാരെ. ഇലയിൽ ഒട്ടിപ്പിടിച്ചില്ലേ നമ്മുടെ അടയുടെ റെഡി. അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടെ ആവി കയറ്റി എടുക്കാം. ഇനി നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. തീ തണുത്തിട്ടുണ്ട് കൂട്ടുകാരെ. ഇനി നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ മാങ്ങാണ്ടി അട ഇവിടെ റെഡി. എല്ലാവരും വീഡിയോ കണ്ടല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു മാങ്ങാണ്ടി തല്ലിപ്പൊട്ടിച്ച അട ഉണ്ടാക്കുന്നു. പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, വളരെ ഹെൽത്തിയാണ്. ഇതിന് കുറെ ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛമ്മയുടെ ഒക്കെ കാലത്തെ ആൾക്കാർ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്നെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ഒന്ന് ഓപ്ഷന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ കൂട്ടുകാരെ.